ശിരൂർ ദൗത്യം ദുഷ്കരമെന്ന് കാർവാർ എം.എൽ.എ. സതീഷ് കൃഷ്ണ സെയിൻ. ഈശോ മാൽപ്പയുടെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഈശോ മാൽപ്പെ 4 ലൊക്കേഷനിലും തെരച്ചിൽ നടത്തി. വെള്ളം കലങ്ങിയത് കാരണം കൂടുതൽ ആഴത്തിലേക്ക് പോവാൻ സാധിക്കുന്നില്ലെന്നും ഇന്ന് 6:30-ക്ക് ചേരുന്ന മന്ത്രിതല യോഗത്തിന് ശേഷം തെരച്ചിലിൻ്റെ തുടർച്ചയെക്കുറിച്ച് തീരുമാനിക്കുമെന്നും കാർവാർ എം.എൽ.എ. അറിയിച്ചു. മാധ്യമപ്രവർത്തകരോട് പറയുന്ന ഒരു കാര്യം, കേരളം മുഴുവനും നമ്മൾ ദിവസങ്ങൾ തള്ളി നീക്കിയത് പ്രിയപ്പെട്ട അർജുനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഞാനും എൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഒറ്റ ദിവസത്തേക്ക് വന്ന ഒരാൾ 10 ദിവസക്കാലം നിന്നത് അർജുനെയും കൂട്ടി ജീവനോട് അർജുനെ കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അർജുനെയും കൂട്ടി പോകണമെന്നാണ്. ഇനിയിപ്പോൾ ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഞാനും എൻ്റെ അനുഭവം വെച്ച് CM-ഉമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായും CM to CM, കേരള CM, കർണാടക CM ഉദ്യോഗസ്ഥർ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശിരൂരിൽ നിന്ന് ആനന്ദ് പുതു ചേരുന്നു. ആനന്ദ്, പ്രതീക്ഷയിലായിരുന്നു കേരളം മുഴുവൻ, പ്രതീക്ഷയിലായിരുന്നു അർജുൻ്റെ കുടുംബം, കണ്ണാടിക്കൽ ഗ്രാമം. പക്ഷേ ഇപ്പോഴിതാ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നു. ഇനി ദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ട്. എന്തായാലും മന്ത്രിതല യോഗം ചേരുന്നുണ്ട്. പ്രതീക്ഷ തുടരാൻ എന്തെങ്കിലും ഈ യോഗത്തിൽ ഉരുത്തിരിയും എന്ന് കരുതാമോ ആനന്ദ്? അനിൽ നമ്പ്യാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗംഗാവാലി പുഴയുടെ തീരത്താണ്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ ഇന്നത്തെ തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ തെരച്ചിൽ അവസാനിപ്പിച്ചതിന് ശേഷം ഈ ബോട്ടുകൾ കരയിലേക്ക് കയറ്റുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈശ്വർ മാൽപ്പെ 2ാം ദിവസവും തെരച്ചിൽ നടത്തി. 2ാം ദിവസത്തിൽ 2 തവണയാണ് അത്തരത്തിൽ പുഴയിലേക്ക് ഡൈവ് ചെയ്തത്. പക്ഷേ യാതൊരു തരത്തിലുള്ള സൂചനകളും ലഭിച്ചില്ലെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ലോറി കണ്ടെത്താനായിട്ടില്ല. പക്ഷേ ഈ 4 സ്പോട്ടുകളും അദ്ദേഹം പരിശോധിച്ചു. ഈ 2 ദിവസങ്ങളിലായി 4 സ്പോട്ടുകളും പരിശോധിച്ചു. പക്ഷേ ഈ 4 സ്പോട്ടുകളിലും ഇത്തരത്തിൽ ട്രക്കിന്റെ യാതൊരു തരത്തിലുള്ള സാധ്യതകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കല്ലുകളും കേബിളുകളും മാത്രമാണ് ഇത്തരത്തിൽ കണ്ടെത്താനായത്. അതാണ് ലഭിച്ചത് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം അധികം വൈകാതെ തന്നെ, അതായത് ഏതാണ്ട് 7 മണിയോട് കൂടി തന്നെ ലഭിക്കും എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. അത് തന്നെയാണ് കാർവാർ എം.എൽ.എ. സതീഷ് സെയിൽ വ്യക്തമാക്കിയത്. അദ്ദേഹം പറയുന്നത് ഈ പുഴയിലെ കുത്തൊഴുക്ക് കുറയാതെ ഇനിയുള്ള ഒരു തിരച്ചിൽ എന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ്. അതുകൊണ്ട് ഏതാണ്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളുമായി സംസാരിച്ചപ്പോഴും ഈ ഈശ്വർ മാൽപ്പെ അടക്കമുള്ള ആളുകളായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം അവർ പറയുന്നത് ഏതാണ്ട് 21 ദിവസത്തോളം മഴ തുടർച്ചയായി പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിലെ കുത്തൊഴുക്ക് എപ്പോഴാണോ നിലയ്ക്കുന്നത് അതേ സമയത്ത് മാത്രമേ ഇത്തരത്തിൽ തിരച്ചിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് ഇവരുടെ ഒരു തീരുമാനം, നിലവിലൊരു തീരുമാനം. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ആധുനിക മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരം യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ 4 ദിവസം വരെയെങ്കിലും കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അത് കരയിലൂടെ മാത്രം, അതായത് കരമാർഗം മാത്രമേ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ട്രിച്ചിയിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. കാർ മൗണ്ട് ബ്രിഡ്ജ് എന്നാണ് അതിന്റെ പേര്. എന്തായാലും ഇനി അത് എത്തിയതിനു ശേഷമായിരിക്കും തിരച്ചിൽ തുടരുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അത് മാത്രമല്ല, അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഏതാണ്ട് 4 ദിവസത്തേക്ക് ഒരു പക്ഷേ തിരച്ചിൽ പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ഇതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത് ഇന്ന് 6:30-ക്ക് ശേഷം മാത്രമാണ്. അതായത് ഈ കർണാടകയിലെ ഫിഷറീസ് മന്ത്രിയും ഇവിടുത്തെ കളക്ടറും ഈ MLA അടങ്ങുന്ന, നമ്മുടെ കേരളത്തിലെ MLA-മാരടങ്ങുന്ന ഈ സംഘം ഇന്ന് 7 മണിയോട് കൂടി തന്നെ ഇത്തരത്തിലൊരു അവലോകന യോഗം ചേരും. അത് തുടർന്ന് തന്നെയായിരിക്കും അതുമായി ബന്ധപ്പെട്ട, അതായത് തിരച്ചിൽ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ ഇത്തരത്തിലുള്ള കർണാടകയുടെ ഒരു നിലപാടിനെതിരെ പക്ഷേ കേരളത്തിലെ MLA-മാർ, കേരളത്തിലെ ജനപ്രതിനിധികൾ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലാണ്. മാത്രമല്ല, ഈ ജിതിൻ, അതായത് അർജുന്റെ ബന്ധുവായിട്ടുള്ള ജിതിനും അല്പം മുമ്പ് ആ ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കർണാടക ചെയ്യുന്നില്ല. ഈ 13 ദിവസം ഉണ്ടായിട്ട് കൊണ്ടുവരാൻ സാധിക്കാത്ത മെഷീനുകൾക്ക് ഇനിയും 4 ദിവസം കൂടി വേണമെന്ന് പറയുന്നു. ആ 4 ദിവസം തെരച്ചിൽ അവസാനിപ്പിക്കുമെന്ന് പറയുന്നു. ഇത് തീർച്ചയായിട്ടും യോജിക്കാൻ സാധിക്കാത്തതാണ്. കേരള മുഖ്യമന്ത്രി രാവിലെ തന്നെ ഈ കർണാടക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുകയും കത്ത് ബന്ധപ്പെട്ടുകൊണ്ട് ഈ തിരച്ചിൽ ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ തിരച്ചിലെ പുരോഗതിയൊന്നും കൃത്യമായി ഈ കേരളത്തിലെ MLA-മാരെ അറിയിക്കുന്നില്ല എന്നുള്ള പരാതിയും അല്പസമയം മുമ്പ് ഈ കല്യാശ്ശേരി MLA M. ബിജിൻ അടക്കമുള്ളവർ എന്തായാലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ബന്ധുവായിട്ടുള്ള ജിതിനും അത്തരത്തിൽ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടല്ല കോർഡിനേഷൻ നടക്കുന്നത്, കാര്യങ്ങളൊന്നും ഇവർ അറിയിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എന്തായാലും ഇവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വൈകുന്നേരത്തെ അവലോകന യോഗത്തിലേക്ക് കളക്ടർ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും പോകും. കേരളത്തിന്റെ ആവശ്യം, അതായത് ഈ തിരച്ചിൽ തുടരണമെന്ന കേരളത്തിന്റെ ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുമെന്നാണ് വിജയൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്ത് തന്നെയായാലും നിലവിലെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ്. ഈ പുഴയിൽ നിന്ന് നമ്മളിപ്പോൾ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപ്പർ കറന്റ് എന്ന് പറയുന്നത്, മേലൊഴുക്ക് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ ഒരു ഭീകരമായിട്ടുള്ള തലത്തിലാണ്. അതായത് ഭീകരവാഹിനി ആയിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ അപ്പർ കറന്റ് ഇത്രയാണെങ്കിൽ അടിയിൽ കുത്തൊഴുക്ക് എത്രത്തോളം ഭീകരമാവുന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. മാത്രമല്ല, ഇന്ന് രാവിലെ അടക്കം അത് തന്നെയാണ് പറയുന്നത്. ഏതാണ്ട്
6 മുതൽ 7.5 നോട്ട്സ് വരെയാണ് അടിയിലെ കുത്തൊഴുക്ക്, അതായത് ഈ 4 പോയിന്റിലെയും കുത്തൊഴുക്ക് എന്നാണ് ഔദ്യോഗികമായി നേവി പറയുന്നത്. മനുഷ്യസാധ്യമായ തലത്തിലേക്ക് തിരച്ചിൽ നടത്താൻ ഏതാണ്ട് 3.5 നോട്ട്സ് വരെ, അതായത് പരമാവധി 3.5 നോട്ട്സ് വരെയാണ് മനുഷ്യസാധ്യമായ തരത്തിൽ ഇത്തരത്തിലുള്ള കുത്തൊഴുക്കിൽ ഈ ഒരു വേഗതയിൽ തിരച്ചിൽ നടത്താൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്, അതായത് രാവിലെ മുതൽ തന്നെ മഴ വലിയ കാര്യമായിട്ടില്ല. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ്. അതുകൊണ്ട് കുത്തൊഴുക്ക് നിൽക്കാതെ ഇനി തിരച്ചിൽ സാധ്യമല്ല എന്നാണ് ഇവരുടെ ഒരു അഭിപ്രായം. എന്തായാലും ഇതിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരുന്നത് ഇന്നത്തെ മന്ത്രിതല ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും. അനിൽ നമ്പ്യാർ. ആനന്ദ്, നേരത്തെ ഈ ട്രക്കുമായി ബന്ധപ്പെട്ട സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. എന്നാൽ ഈശോ മാൽപ്പേ അദ്ദേഹത്തിന് തിരച്ചിലിൽ പറയുന്നു അങ്ങനെ ട്രക്ക് അടിത്തട്ടിലുള്ളതായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. ട്രക്കിൻ്റെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ടോ, അതോ ട്രക്കിന് വേണ്ടിയാണോ ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നത്? ട്രക്ക് ഉണ്ടെങ്കിലല്ലേ ഈ അർജുൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒക്കെ ഉള്ള സംശയം അവസാനിപ്പിക്കാനാവൂ? തീർച്ചയായും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുകയും ഐബോർഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ ഇവിടെ നടത്തുകയും ചെയ്തു. അതിൽ നിന്ന് പ്രധാനമായും 4 സ്പോട്ടുകളാണ് ഇത്തരത്തിൽ ലോഹ സാന്നിധ്യം, അതായത് വലിയ ലോഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അതിൽ തന്നെ ആദ്യത്തെ 2 പോയിന്റുകൾ വളരെ ദുർബലമാണ്. പോയിന്റ് നമ്പർ 3ഉം 4ഉമാണ് ഇത്തരത്തിൽ ഈ ട്രക്ക് ഉണ്ടാവാനുള്ള ശക്തമായ സാധ്യത ഉണ്ട്. ശക്തമായ സാധ്യത, അതായത് 100% ഉറപ്പല്ല, ശക്തമായ സാധ്യത നിൽക്കുന്നത് ഈ പോയിന്റ് നമ്പർ 3ഉം 4ഉമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഈ 2 പോയിന്റുകളുമായിട്ടാണ് മാറി മാറി ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നത്. ഈ മാൽപ്പേ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ 4 പോയിന്റുകളിലും പരിശോധിച്ചു. അതായത് ആഴത്തിൽ കണ്ണിന് ദൃശ്യപരത എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്നിട്ടും തനിക്ക് ട്രക്കിന്റെ അത്തരത്തിലുള്ള ഒരു സാധ്യത അവിടുന്ന് ലഭിച്ചിട്ടില്ല. ആകെ ലഭിച്ചത് കുറെ കല്ലുകളും പാറകളും പിന്നീട് ഈ കമ്പികളുമാണ്. അതായത് ഈ ടവറുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കമ്പികൾ, ഈ മണ്ണിടിച്ചിലിൽ ഈ ടവറുകൾ അടക്കം ഈ പുഴയിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പികളും ഒപ്പം ഈ മണ്ണിടിച്ചിലകപ്പെട്ട ഒരു ആൽമരവുമാണ് അവിടെ നിന്ന് ലഭിച്ചത്. ട്രക്കിന്റെ സാന്നിധ്യം നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല, തനിക്ക് കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഈശ്വരമായിട്ട് അല്പസമയത്തിന് മുമ്പ് വ്യക്തമാക്കിയത്. അപ്പോൾ ചോദ്യം അനിൽ നമ്പ്യാർ പറഞ്ഞത് തന്നെയാണ്, അതായത് ഈ ട്രക്കുണ്ടോ എന്നുള്ള കാര്യം 100% ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല. ട്രക്ക് കണ്ടിട്ടില്ല. അതിൽ തീർച്ചയായും മണ്ണ് മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട യന്ത്രമാണ് നേരത്തെ പറഞ്ഞ കാർ മൗണ്ട് ബ്രിഡ്ജ് തുടങ്ങിയിട്ടുള്ള യന്ത്രം 4 ദിവസത്തിന് ശേഷം എത്തിക്കേണ്ടി വരുമെന്ന് ഇവർ പറയുന്നത്. എന്തായാലും ട്രക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അർജുൻ അകത്തുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ആദ്യം തന്നെ ഈ ട്രക്കിന്റെ സ്പോട്ട് കണ്ടെത്തി എന്ന് പറയപ്പെടുകയും തുടർന്ന് ഈ ക്യാബിനിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ, അതായത് ആദ്യം അർജുന്റെ സാന്നിധ്യം ഉറപ്പിക്കുക എന്നുള്ളതിന് ഉദ്ദേശിച്ചാണ് അത്തരത്തിൽ ക്യാബിനിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു തിരച്ചിലിന് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ ക്യാബിനിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അടിയിൽ ശക്തമായിട്ടുള്ള കുത്തൊഴുക്ക് തന്നെയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം സ്ഥിരീകരിക്കേണ്ടത് 100% സ്ഥിരീകരിക്കേണ്ടത് ട്രക്കിന്റെ സാന്നിധ്യം തന്നെയാണ്. അത് ഇതുവരെ നടന്നിട്ടില്ല. യെസ്, നന്ദി ആനന്ദ്. ഷിരൂർ ദൗത്യം ദുഷ്കരമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൻ. ഈശോ മാൽപ്പയുടെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഈശോ മാൽപ്പയെ 4 ലൊക്കേഷനുകളിലും തെരച്ചിൽ നടത്തി. വെള്ളം കലങ്ങിയത് കാരണം കൂടുതൽ ആഴത്തിലേക്ക് പോവാൻ സാധിക്കുന്നില്ലെന്നും ഇന്ന് 6:30 ചേരുന്ന മന്ത്രിതല യോഗത്തിന് ശേഷം തിരച്ചിലിൻ്റെ തുടർച്ചയെക്കുറിച്ച് തീരുമാനം എടുക്കുമെന്നും കാർവാർ MLA അറിയിച്ചിട്ടുണ്ട്. ആനന്ദ് പുത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.